കടകംപള്ളി ഉപയോഗിച്ച ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്ന് ഒരുപാട് ഈ എന്താ പറയുക നമ്മൾ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഈ അമ്പലങ്ങളുമായിട്ടൊക്കെ ചേർന്ന് അവിടെ നമ്മൾ ഇപ്പം ശബരിമലയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി വിശ്രമ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഇടത്താവളങ്ങൾ അങ്ങനെ ഒരുപാട് നിർമ്മിച്ചെടുക്കുകയുണ്ടായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് കഴക്കൂട്ടം ഈ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ശബരിമല പാതയുമായി ബന്ധപ്പെട്ട് കൃത്യമായി വരുന്ന ഒരു റൂട്ടല്ല ഈ കഴക്കൂട്ടം എന്ന് പറയുന്നത്. കാര്യം കഴക്കൂട്ടം ഒരു റൂട്ടല്ല, അവിടെ ഇടത്താവളങ്ങൾ ആവശ്യമില്ലാത്ത ഒരു സ്ഥലങ്ങൾ വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നിട്ട് കൂടി അയ്യപ്പ ദർശനത്തിനായിട്ട് പോകുന്ന ആളുകളെ അവർക്കൊരു കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് ഒരുപാട് ശബരിമല ഇടത്താവളങ്ങൾ പല അമ്പലങ്ങളിലും, അതായത് കഴക്കൂട്ടത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പല അമ്പലങ്ങളിലും പല ഇടത്താവളങ്ങളും നമുക്ക് കാണാൻ പറ്റും. അത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്ന് അദ്ദേഹം ചെയ്തതാണ്. പിന്നെ അവിടുത്തെ കമ്മിറ്റിയിലുള്ള, അതായത് ചെറിയ അമ്പലം ആയിക്കോട്ടെ, കുടുംബക്ഷേത്രങ്ങളായിക്കൊള്ളട്ടെ, എല്ലാ അമ്പലങ്ങളുമായി ചേർന്ന് അവിടുത്തെ കമ്മിറ്റിയിലെ ആളുകളുമായിട്ട് ഒരു വലിയ ബന്ധം സ്ഥാപിച്ച് ആ രീതിയിൽ ആ ബന്ധത്തിലൂടെ മുമ്പോട്ട് കയറി വന്ന ഒരാളാണ് ഈ കടകംപള്ളി. അതുകൊണ്ട് തന്നെയാണ് കടകംപള്ളിക്ക് ഇതിനു മുമ്പും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ചില ആരോപണങ്ങളൊക്കെ നേരിട്ടുണ്ട്. എന്നിട്ടും കടകംപള്ളി കുലുങ്ങാത്തത് അതിനൊരു കാരണമെന്ന് പറഞ്ഞാൽ അവിടുത്തെയുള്ള ജനവിഭാഗവുമായിട്ടുള്ള അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന് അവരുടെ ഉള്ളിൽ ഒരു തോന്നൽ ആ കടകംപള്ളിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കടകംപള്ളി എത്രയും ഈ പറയുന്ന BJPയുടെ കഴിഞ്ഞ തവണത്തെയും അല്ലെങ്കിൽ അതിനു മുമ്പും BJP ഇത്രമാത്രം ഒരു മത്സരം അവിടെ കാഴ്ച വെച്ചിട്ട് കൂടി കടകംപള്ളിയുടെ ഉറച്ച വോട്ടുകളൊന്നും നഷ്ടപ്പെടാതെ മുമ്പോട്ട് പോകുന്നൊരു കാരണം അതാണ്. ഉറപ്പായിട്ടും